കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. ടെക് ട്രാവലറായിട്ടുള്ള സുജിത് ഭക്തന്റെ ഒരു പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്. യൂറോപ്പ് സന്ദർശനത്തിനിടെ തനിക്ക് അസുഖം ബാധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടാൻ പോയപ്പോഴുണ്ടായ ദുരനുഭവവും, ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യം എത്തിയപ്പോൾ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി കേരളത്തിലെത്തി ചികിത്സ തേടേണ്ട ഗതികേടിലെത്തിയ ഒരു അവസ്ഥയും വിശദീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗവും ചികിത്സയും എത്രമാത്രം ഗുണകരമാണെന്നുള്ള അഭിപ്രായം സ്വന്തം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. യൂറോപ്പൊക്കെ അടിപൊളിയും കേരളത്തിലെ ചികിത്സാ രീതിയൊക്കെ എന്താണ് എന്ന് ഇവിടെ ഇരുന്ന് പരിഹസിക്കുന്ന ചില കുലംകുത്തികൾക്കുള്ള ഒരു മറുപടിയായിട്ട് തന്നെ അത് മാറുകയാണ്. താമസിക്കുന്ന ആളുകൾക്കും സിറ്റിസൺസിനുമെല്ലാം ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സൗജന്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് സൗജന്യമല്ലല്ലോ, നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ വളരെ മിതമായ നിരക്കിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സൗജന്യമായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്, പക്ഷേ ബാക്കി സാധാരണക്കാരന് വളരെ ചെറിയ നിരക്കിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം, പ്രൈവറ്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം. പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ഇവരുടെ ടാക്സ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ്. നമ്മളെക്കാട്ടി കൂടുതൽ ടാക്സാണ് അവർ അടയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സിൽ നിന്നും ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സൗജന്യ ആനുകൂല്യമാണ് ഇവരുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കാം. അപ്പോൾ അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പനി വന്നാലോ ജലദോഷം വന്നാലോ ആശുപത്രിയിൽ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല. എമർജൻസി ആയി അതായത് ജീവൻ പോകുന്നുള്ളൊരവസ്ഥയെ മാത്രമേ അവർക്ക് പല സമയത്തും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കെയർ കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ യൂറോപ്പിലും UK ഒക്കെയുള്ള ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും. ജസ്റ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ റിവ്യൂ എടുത്ത് നോക്കിക്കും നിങ്ങൾക്ക് അവരുടെ പ്രോപ്പർ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ ജനങ്ങൾ പോലും അതിനെപ്പറ്റി ഫ്രസ്ട്രേറ്റഡ് ആണ് പല ആൾക്കാരും. സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു, അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അയാൾ നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു. അയാളോട് പറയുകയാണ് ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ഇറക്കി വിടില്ല, 100% ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ അവസ്ഥയാണ് ബേസിക്കലി എനിക്കുണ്ടായത്. എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല. ഞാൻ അവരോട് കാല് പിടിച്ച് പറഞ്ഞു, എന്നെ ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും, പറ്റില്ല എന്ന് എന്താ പറയുക മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു. ഭയങ്കര റൂഡായിട്ട് എന്നോട് സംസാരിച്ചതും. അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല. സോ അതാണ് ബേസിക്കലി നമ്മൾ അവിടെ പോയിട്ട് എമർജൻസിയിൽ വെയിറ്റ് ചെയ്ത് കാത്തുകെട്ടി നിൽക്കണം. എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദനയല്ലേ, നിനക്ക് പനിയല്ലേ, ഇത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു. യെസ്, മാറുമായിരിക്കാം. സ്വാഭാവികമായിട്ട് തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ മരുന്നും കഴിക്കാതെ ചിലപ്പം 10-15 ദിവസം 1-2 ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം. പക്ഷേ എത്ര എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം ഞാൻ വെറുതെ ട്രാവൽ ചെയ്യാൻ പോയ ഒരാളല്ല, ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു വിദേശ രാജ്യത്ത് വെറുതെ നിന്നാൽ പോലും എനിക്ക് എക്സ്പെൻസാണ്. താമസിക്കാനുള്ള ഹോട്ടൽ ഭക്ഷണം എന്നും പറഞ്ഞുകൊണ്ട് എക്സ്പെൻസീവാണ്. നാട്ടിലാണെങ്കിൽ പ്രശ്നമില്ല, നെവർ മൈൻഡ്. അപ്പോൾ ഓരോ മണിക്കൂറുകളും ഞാൻ അവിടെ താമസിക്കുന്നത് എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ താമസിക്കുന്ന സമയത്ത് എൻ്റെ പണി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ ബേർഡനാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നാട്ടിലേക്ക് വന്നത്. മനസ്സിലായില്ലേ? ഞാൻ അവിടെ 3 ദിവസം നിൽക്കുന്ന ചിലവുണ്ടെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ വരാം. അതാണ് ഞാൻ നേരത്തെ നാട്ടിലേക്ക് വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റൊരു രാജ്യത്താണ്, ഈ തൊണ്ടവേദന എന്നുള്ളത് കലശലായിട്ട് വേറെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് പോവുക, പ്രത്യേകിച്ച് ന്യൂമോണിയോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത് പഠിക്കുകയുള്ളൂ. പല രാജ്യങ്ങളും കറങ്ങാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ മുഴുവനായിട്ട് യാത്ര ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ത്യ എന്താണെന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ കിട്ടുന്നത് നമ്മുടെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലുമാണ്. നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെയൊന്നും അല്ല പല സ്ഥലത്തും. ഇന്ത്യയിൽ തന്നെ പല രീതിയിലുള്ള ഹെൽത്ത് കെയറിലുള്ള വ്യത്യാസങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയുണ്ട്. സോ അങ്ങനെ കുറേ ആൾക്കാർ എന്താ പറയുക ആ സമയത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട്. കമോൺ, ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. യൂറോപ്പിലും UK അങ്ങനെയാണ്. അവിടെ എമർജൻസി എന്ന് പറയുന്നത് നമ്മുടെ പനിയും സംഭവങ്ങളൊന്നും അല്ല, പനിയും ചുമയൊന്നും അല്ല. നമുക്ക് ഈ തൊണ്ടവേദനയും പനിയും ഒക്കെ നമുക്ക് പേഴ്സണലി എമർജൻസി ആയിരിക്കാം, പക്ഷെ അവർക്ക് അങ്ങനെ അല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തൊരു അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ വേണമെങ്കിലും പോയി കാണാനുള്ള സൗകര്യമുണ്ട്. അത് പലരും ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു തലവേദനയ്ക്ക് ന്യൂറോളജിസ്റ്റിനെ പോയി കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ പക്ഷേ
എന്നിരുന്നാലും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ ഇവിടെ നിന്ന് കയറും പൊട്ടിച്ചോടുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. പനി, ജലദോഷം, തൊണ്ടവേദന, പല്ലുവേദന തുടങ്ങി പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ ഉടനടി ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് കഴിക്കാമെന്നോ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ചികിത്സ തേടാമെന്നൊന്നും കരുതരുത്. അങ്ങനെ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ അല്ല. ഇനി സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ അവർ പരിഗണിക്കത്തുമില്ല. അത് അവരെ സംബന്ധിക്കുന്നിടത്തോളം എമർജൻസി കേസുമല്ല. നിങ്ങൾക്ക് ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. പല്ലുവേദനയും ചെവി വേദനയോ വയറുവേദനയോ ലൂസ് മോഷനോ ഇതൊക്കെ വന്നു പോയാലുള്ള അവസ്ഥ എന്താണെന്ന് ആ വാക്കുകളിൽ തെളിയുന്നില്ലേ? പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് ഒരു സഞ്ചാരിയായിട്ട് ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരവസ്ഥയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എത്ര വികസിത രാജ്യമായാലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആശുപത്രി സേവനം കിട്ടാൻ കാത്തിരിക്കേണ്ട ഗതികേടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിലൊക്കെ എത്രമാത്രം സുന്ദരമാണ് നമ്മുടെ ആരോഗ്യ മേഖല. 24 hours നമുക്ക് എന്ത് തരം ബുദ്ധിമുട്ടുണ്ടായാലും ഉടനടി നമുക്ക് ചികിത്സ ലഭ്യമാകും. എന്തിനേറെ പറയുന്നു, 108 എന്നൊരു നമ്പറിൽ വിളിച്ചാൽ നമ്മൾ ഉള്ള സ്ഥലത്തേക്ക് ആ വാഹനം വന്ന് രോഗിയെ ആശുപത്രിയിലെത്തിക്കും. പക്ഷേ UK-യിലും യൂറോപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിയേ ഇല്ല. ഇവിടെ നിന്ന് മലയാളികൾ പോകുമ്പോൾ കൂട്ടത്തോടെ ഒരു കൂട്ടം ടാബ്ലറ്റുമായി പോകാനുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ന്യായീകരിക്കും, ഈ നാട്ടിൽ വന്നാലാണ് അസുഖം, ആ നാട്ടിൽ വന്നാൽ അസുഖമേ ഇല്ല. പിന്നെ പല്ലുവേദന, ചെവി വേദന, തൊണ്ടവേദന, തലവേദന അല്ലെങ്കിൽ ശാരീരികമായിട്ട് മറ്റെന്തെങ്കിലും അസ്വാസ്ഥ്യം വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു രാജ്യം ഒരു വലിയ പ്രശ്നമാണല്ലോ. ഇന്ത്യയിലോ കേരളത്തിലോ നിന്നാലേ ഈ അസുഖം വരൂ, വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്നാൽ ഈ അസുഖം വരില്ല. അത്ര നല്ല വെടുപ്പ് ന്യായീകരണം. എന്തായാലും ഒരു വ്യക്തിയുടെ അനുഭവം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ നാട് എത്ര സുന്ദരമാണ്. ഈ നാട്ടിലെ സാഹചര്യങ്ങളെല്ലാം മോശമാണ്. ഇക്കരെ നിന്ന് ടക്കര പച്ച എന്ന നിലയിലേക്ക് അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ തേടി ഓടുന്നവർക്ക് സുജിത് ഭക്തൻ പറഞ്ഞ ആ അനുഭവം അത് ഒരു വലിയ പാഠമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഉടനീളം സഞ്ചരിച്ച വ്യക്തി പോലും പറയുന്നു, കേരളത്തിലാണ് ആരോഗ്യരംഗം ഏറ്റവും മികച്ച രീതിയിൽ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുന്നു എന്ന് ഒരു വ്ളോഗർ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ ഈ നാടിൻ്റെ ആരോഗ്യ മേഖലയ്ക്കും ഇവിടുത്തെ സംവിധാനങ്ങൾക്കും കിട്ടുന്ന ഒരു പൊൻതൂവലാണ് ആ പ്രതികരണമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.